തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെയും എൽഡിഎഫിനെയും ആകെ മുക്കിക്കളയാൻ പ്രാപ്തമായ ഒട്ടനവധി വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ചയും PM ശ്രീ വിവാദവും വിലക്കയറ്റവും എല്ലാം കൊണ്ടും എൽഡിഎഫും സിപിഎമ്മും സർക്കാരും നേരിട്ടിരുന്ന പ്രതിസന്ധി അത്രമേൽ വലുതായിരുന്നു. അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ ഗുണഫലം ലഭിക്കുമെന്നും UDF കണക്കുകൂട്ടി. അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസ് വരുന്നത്. മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് മുഖം രക്ഷിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർന്നു വരാതിരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കോൺഗ്രസ്. ഇതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് 15 വരെ തടഞ്ഞുകൊണ്ടുള്ള നിർണായക വിധി വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത് വോട്ടിംഗിലേക്ക് നീങ്ങുമ്പോൾ രാഹുലിന് ആശ്വാസവും കോൺഗ്രസിന് ഒരു പരിധിവരെ രാഷ്ട്രീയ തിരിച്ചടിക്കിടയിലും ഇടക്കാല ആശ്വാസവുമാണ്. വോട്ടിംഗും ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് ഡിസംബർ 15-നാണ് ഹൈക്കോടതി ഇനി കേസ് പരിഗണിക്കുക. ഹൈക്കോടതിയിൽ ഇനി വിശദമായ വാദം കേട്ട ശേഷമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരിക. നേരത്തെ രാഹുൽ വിഷയം ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ഉടനീളം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷത്തിനായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പോലും ചർച്ചയാകാതെ രാഹുലിലേക്ക് രാഷ്ട്രീയം കേന്ദ്രീകരിക്കാൻ CPM-നും കഴിഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനി ശബരിമല അടക്കമുള്ള വിഷയം വീണ്ടും ചർച്ചയാക്കി CPM-നെതിരെ സകല ശക്തിയുമെടുത്ത് ഒന്നിച്ചിറങ്ങാനാണ് കോൺഗ്രസിന്റെ ശ്രമം. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല എങ്കിലും രാഹുൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വഴിതിരിച്ചുവിടാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ശ്രമം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇന്നലത്തെ പ്രസ്താവന അതിന് നാന്ദി കുറിക്കലാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘത്തെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഇത് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CPM-ന്റെ പങ്ക് സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടേറ്റും. 2 CPM നേതാക്കൾ സ്വർണ്ണക്കവർച്ചാ കേസിൽ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പ് വരെ പരമാവധി പൊലിപ്പിച്ചു നിർത്താൻ CPM-ഉം സർക്കാരും LDF-ഉം കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. രാഹുലിനെ പുറത്താക്കിയതിലൂടെ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഇമേജ് ഹൈപ്പ് ഇല്ലാതാക്കാനും സമാനമായ ആരോപണം നേരിടുന്ന മറ്റ് 2 കോൺഗ്രസ് MLA-മാരുടെ പേര് പറഞ്ഞ് പ്രതിരോധത്തിലാക്കാനും CPM ആവുന്നതും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും വീഴാതെ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞും ശബരിമലയിലെ സ്വർണം കട്ടത് കൂടുതൽ ചർച്ചയാക്കിയും CPM-നെ പ്രതിരോധത്തിലാക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ എടുത്ത അച്ചടക്ക നടപടി ഉയർത്തിക്കാട്ടിയും പ്രതിരോധം ഉയർത്തുന്നുണ്ട്. CPM-ൽ സമാനമായ ആരോപണം നേരിടുന്ന മുകേഷ് MLA അടക്കം P ശശിയും PK ശശിയും വൈശാഖനും എല്ലാം ഇപ്പോൾ പാർട്ടിയിൽ തുടരുന്നു എന്നത് ചൂണ്ടിക്കാട്ടി CPM-ന് നേർക്ക് ആരോപണ ശരങ്ങൾ എഴുതുവിടുക. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഇവരെ പുറത്താക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുക. ഒപ്പം ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയം കൂടി ഉയർത്തുന്നതോടെ CPM-ന് ഇതൊന്നും അവഗണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് CPM-നെ ഉത്തരം പറയാനാകാത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്തും കോൺഗ്രസ് നടപടിയെടുത്തിരുന്നു. എന്നാൽ സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായി റിമാൻഡിലായിട്ടും പത്മകുമാർ ഇന്നും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. വാസുവും ഇന്നും പാർട്ടിയിലുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ചാൽ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ് എന്നും അങ്ങനെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുമുണ്ട്. പാർട്ടി സെക്രട്ടറിയും അവസാനം പറഞ്ഞത് നടപടി പാർട്ടി തീരുമാനിക്കുമെന്നാണ്. ഇതെല്ലാം ശബരിമല കേസ് CPM-ന് അവഗണിക്കാൻ ആവില്ല എന്നതിന്റെ തെളിവാണ്. ബലാത്സംഗ കേസിൽ യുവതി പരാതി നൽകിയ അന്നു മുതൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ 10ാം ദിവസവും ഒളിവ് ജീവിതം തുടരുകയാണ്. നവംബർ 27-നാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. അന്ന് ഓഫ് ചെയ്ത രാഹുലിന്റെ ഫോൺ പിന്നീട് ഓണായത് ഇക്കഴിഞ്ഞ 4-ന് ഉച്ചയ്ക്ക് ശേഷമാണ്. കൃത്യമായി പറഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ ഓണായതിന് പിന്നാലെ ഫോണിന്റെ കോളർ ട്യൂണും ഒരു വെല്ലുവിളിയുടെയും പരിഹാസത്തിന്റെയും സ്വരമായിരുന്നു. പോലീസിന്റെ എല്ലാ വലകളെയും പൊളിച്ചോടുന്ന രാഹുലിന് പിന്നാലെ ഓടുകയാണ് പോലീസ്. പോലീസിനെ ട്രോളുന്ന രീതിയിൽ വരിക വരിക സഹചരെ എന്നായിരുന്നത്രേ ഫോണിന്റെ കോളർ ടൂൺ.
പക്ഷേ ഫോൺ ഓണായിട്ടും അതിന്റെ ലൊക്കേഷൻ മാത്രം അടിസ്ഥാനമാക്കി രാഹുലിനെ തിരയാൻ പോലീസ് മെനക്കെട്ടില്ല. ഫോൺ ഓൺ ചെയ്തത് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കമാണ് എന്നാണ് SIT കരുതുന്നത്. ഫോൺ സഹായികളെ കൊണ്ട് ഓണാക്കിച്ച് രാഹുൽ മറ്റൊരിടത്ത് ഒളിവിലായിരിക്കുകയാണ് എന്നാണ് കരുതുന്നത്. 10 ദിവസമായി ഒളിത്താവളങ്ങൾ മാറി മാറി കഴിയുന്ന രാഹുൽ എവിടെയാണ് എന്നതിന് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നത് അത്ഭുതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന വിമർശനവും ഉയർന്നിരുന്നു. പരമാവധി വിട്ടുകൊടുത്ത ശേഷം തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം അറസ്റ്റ് ചെയ്ത് UDFനെ പ്രതിരോധത്തിലാക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. ഇത് സംബന്ധിച്ച രാഷ്ട്രീയ ഉപദേശവും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്കുകൂട്ടൽ. അതല്ലാതെ ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് സേനകളിൽ ഒന്നാണ് എന്ന് ഊറ്റം കൊള്ളുന്ന കേരള പോലീസിന് ഒളിവിൽ പോയ ഒരാളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനവും ഇല്ല എന്ന് കരുതാനാകില്ല. പോലീസ് അറിയാതെ രാഹുലിന് ഒളിക്കാനുമാകില്ല. ഫോൺ ഓണായപ്പോൾ കാണിച്ച അവസാന ലൊക്കേഷനായ ദക്ഷിണ കർണാടകയിലെ സുള്ളിയിൽ പോലീസ് സംഘം അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്താനായിട്ടില്ല രാഹുലിനെ. ബാംഗ്ലൂരിലെ മുതിർന്ന അഭിഭാഷകയുടെ സംരക്ഷണയിൽ കഴിയുന്നതായുള്ള വിവരം ലഭിച്ച് അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നിന്നും രാഹുൽ മുങ്ങി. രാഹുലിന് സഹായം കിട്ടുന്ന വഴികൾ പരമാവധി അടച്ച് ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് പോലീസ് സംഘം പയറ്റിയത്. 4 സംഘങ്ങളായി തിരിഞ്ഞ് കേരള അതിർത്തി മുതൽ കടുത്ത ജാഗ്രതയിലാണ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. രാഹുൽ എവിടെയുണ്ട് എന്ന് വിവരം ലഭിച്ചിട്ടും ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് ലക്ഷ്യമിട്ട് അറസ്റ്റ് നീട്ടുകയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. ആദ്യഘട്ട വോട്ട് നടക്കുന്ന ചൊവ്വാഴ്ചയോടടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വോട്ടെടുപ്പ് ദിവസം കേരളത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവും ആരോപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇടപെട്ടതോടെ ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ് പോലീസ്. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രാഹുലിന്റെ സ്വന്തം തീരുമാനമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു അംഗത്തെ പാർട്ടി പുറത്താക്കുന്നത് അയോഗ്യതയ്ക്ക് കാരണമാകില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ പാർട്ടി അംഗത്വം ഉപേക്ഷിക്കുകയോ പാർട്ടിയുടെ വിപ്പിന് എതിരായി സഭയിൽ വോട്ട് ചെയ്യുകയോ ചെയ്താൽ സ്പീക്കർക്ക് അയോഗ്യനാക്കാം. നിലവിലെ നിയമപരമായ പ്രതിസന്ധികളും പാർട്ടി നടപടിയും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിയമപരമായ കേസുകളിൽ അനുകൂല വിധി നേടിയാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിലിന് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ സാധിക്കൂ. MLA ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്താൽ ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരം MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും. അയോഗ്യത ശിക്ഷ വിധിച്ച തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ അതിനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ജയിലിൽ പോയി ജയിൽ മോചിതനായാലും തുടർന്നും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൊന്നും വിലക്കുണ്ടാകും.